ഞാൻ ഇന്നൊരു എണ്ണ കാച്ചാൻ വേണ്ടി ഉള്ള സാധനങ്ങൾ പറിക്കുവാണ്. നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാൻ തുളസി ഇല കുറച്ച് നല്ലോണം വേണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പനിക്കൂർക്ക, എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തും ഉണ്ടല്ലോ പനിക്കൂർക്ക. അത് നമ്മൾ പനിക്കൂർക്ക എന്നാണ് പറയുന്നത്, ഇനി എല്ലാവരും എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അത് പനിക്കൂർക്ക ഇല, അതും ഒരു പിടി വേണം. നല്ല മുടി വളരും, മുടി കൊഴിച്ചൽ പോകും. കൊഴിഞ്ഞു പോകുന്നവരുടെ മുടിക്ക് നല്ലതാണ് തേക്കാൻ. നല്ല കറുപ്പ് കിട്ടും. ഡൈ ഒന്നും വേണ്ട, ഇത് തേച്ചാൽ മതി. ഡൈ അടിക്കുകയൊന്നും വേണ്ട. നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഡൈ അടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ എണ്ണ കാച്ചിയാണ് തേക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇല. 5 ഇതൾ ചെമ്പരത്തിയുടെ ഇല. ചെമ്പരത്തിയുടെ ഇല പറിക്കുന്നത്. പൂച്ചകളൊക്കെ ഇതിലെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ പട്ടിക്കുഞ്ഞ് അങ്ങ് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വരുന്നതാണ് കണ്ടത്. അത് എങ്ങനെയോ ഇറങ്ങിപ്പോയതാണ് ഗേറ്റ്. ഇനി വേണ്ടുന്നത് കരിവേപ്പില. കരിവേപ്പില എന്ന് ഞങ്ങൾ പറയുന്നത്, കറിവേപ്പില എന്നും പറയും. നിങ്ങൾ കരിവേപ്പില എന്നാണ് പറയൽ. അതെ, കറിവേപ്പില അത് വേണം. ഒരു പിടി അതും വേണം. ഇത് ഞങ്ങളുടെ മീൻകുളം. അതിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല ക്ലിയർ ആക്കിയതാണ്, വെള്ളമൊക്കെ മാറ്റി. ഇപ്പം മീനെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ അടിയിലാണ് മീനുള്ളത്. വീഡിയോ എടുത്തിട്ടുണ്ട്, കാണുന്നില്ല. തുളസി ഇല വേണം. തുളസി ഇല ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തുളസി ഇല ഒരു പിടി വേണം. അപ്പോൾ ഇത്ര സാധനങ്ങൾ മിക്സിയിലിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് കറക്കണം. നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് കാച്ചേണ്ടത്. എണ്ണ കാഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഒരു നുള്ളി ഉലുവാപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടണം. എല്ലാം പറിച്ചിന് നമ്മൾ എണ്ണ കാച്ചാനുള്ള തയ്യാറെടുപ്പ്. ചെമ്പരത്തി പൂവും നല്ലതാണ്, പൂവിടാം ഇതിനകത്ത്.
ഇത് ഞാൻ കാന്താരി പറിക്കുന്നതാണേ. ഇഷ്ടംപോലെ കാന്താരിയുണ്ട്. ഇത് പറിക്കുന്നത് ഉണ്ടല്ലോ. നമുക്ക് എണ്ണ കാച്ചുന്നതിലേക്ക് കടക്കാം. ഇത് ഞാൻ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം ആക്കാൻ വേണ്ടി പച്ച പാവയ്ക്ക അരിഞ്ഞെല്ലാം ചേർത്ത് വെച്ചു.